ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഹൂപ്പ് ആർട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ചെറിയൊരു ഡിസൈൻ എന്ന് പറയുമ്പോൾ അതൊരു ഗിഫ്റ്റ് ഐഡിയയും കൂടിയാണ്. നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് കളർ മെറ്റീരിയലാണ്. ലൈറ്റായിട്ടുള്ള ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 കളർ ത്രെഡ്: ഗ്രീൻ, റെഡ്, യെല്ലോ, പർപ്പിൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വരച്ചിട്ടുണ്ട് റഫായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് വിഷിങ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ ബീൽ റോസ് ആൻഡ് ചെറിയ ചെറിയ ഫ്രഞ്ച് നോട്ട്, അങ്ങനെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ത്രെഡിൽ നമ്മൾ നൂല് കോർത്തു. ഗ്രീൻ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കുത്തിയെടുത്ത് പിന്നെ ബാക്ക് സ്റ്റിച്ച് എന്ന് തന്നെ പറയുമ്പോൾ പുറകിലേക്കാണ് അങ്ങനെ എടുത്ത് പോകേണ്ടത്. അതായത് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറകിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കുത്തിയെടുത്തിട്ട് പിന്നെ അങ്ങനെ ഇതിനോട് യോജിച്ച് വരുന്ന രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ പോർഷൻ ഫുള്ള് ഞാനങ്ങനെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഗ്രീൻ കളർ ത്രെഡിൽ ഇങ്ങനെ ചില്ലകൾ വരുന്ന പോലെ, ഒരു ചെടി പോലെ ചില്ലകൾ വരുന്ന പോലെ ഈ തണ്ടുകളൊക്കെ ഞാൻ ആ ഗ്രീൻ കളറിൽ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടായാലും ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്റ്റിച്ച് ഉണ്ട്, അതായത് ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെയാണതും. അപ്പോൾ അതാണെങ്കിലും ഭംഗിയായിട്ടിരിക്കും. ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് ആ ഒരു ഗ്രീൻ കളർ പോർഷൻ ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ പോർഷൻ ഫുള്ള് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനും ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു താഴെ ആ ഒരു കൊടുത്തിരിക്കുന്ന പോർഷനും ഞാനങ്ങനെ ആ ഗ്രീൻ കളർ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, അധികം നേരം കൊടുക്കില്ല. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും നമുക്ക് ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റുന്ന, അധികം അങ്ങനെ കെട്ടുപിടിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അധികം അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തവരാണെങ്കിൽ, സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ത്രെഡ് എപ്പോഴും ചെറിയ ത്രെഡ് എടുക്കുക, അതായത് നീളം കുറവിലെടുക്കുക. ഞാൻ കെട്ടുപിടിക്കില്ല. അപ്പോൾ കെട്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ നമ്മുടെ നശിക്കുക. അപ്പോൾ അത് കാരണം എപ്പോഴും തുടക്കക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് നീളം കുറവുള്ള ത്രെഡ് എടുക്കുക. പിന്നെ നമുക്കത് ഈസി ആയിട്ട് അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. അപ്പം അങ്ങനെ പയ്യെ ആ പോർഷൻ ഫുള്ളായിട്ട് അങ്ങനെ ഒരു ഗ്രീൻ കളറ് ത്രെഡ് വെച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും.
അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ കളർ പോർഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറാണ്. അതൊരു ഫ്ലവർ മേക്ക് ചെയ്യാനാണ്. വീൽ റോസ് സ്റ്റിച്ചാണ് ഞാനവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം കട്ടിയിൽ വേണം നൂലെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് തന്നെ ഞാൻ രണ്ട് ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു 5 വര വരയ്ക്കണം. ഈ 5 ലൈൻ തന്നെ വേണം, എങ്കിലാണ് അതൊരു റോസ് ആ ഒരു ഷേപ്പിലേക്ക് വരുള്ളൂ, എങ്കിലാണ് നമുക്ക് ആ സ്റ്റിച്ച് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരിക്കലും ആ ലൈൻ മാറാൻ പാടില്ല, അതായത് 5 നമ്പർ തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ 5 ലൈനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഈ വര വരച്ചതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തുന്നി കൊടുക്കും. സ്റ്റാർ പോലെ 5 ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ നൂല് മുകളിൽ കൂടിയാണ് എടുക്കുന്നത് എങ്കിൽ നെക്സ്റ്റ് ലൈനിൻ്റെ താഴേക്കൂടെ എടുത്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് ചുറ്റിച്ച് കൊണ്ടുവന്ന് പിന്നെ നെക്സ്റ്റ് ലൈനിൻ്റെ മുകളിലെടുക്കുക. പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നതിൻ്റെ താഴേക്കൂടെ വേണം ത്രെഡ് നീഡിൽ എടുത്ത് ത്രെഡ് വലിച്ച് അങ്ങനെ കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അങ്ങനെ തുന്നി വരും. അങ്ങനെ അതൊരു സർക്കിൾ ഷേപ്പിൽ. ഒരിക്കലും അത് തെറ്റാൻ പാടില്ല. അതായത് ഒരെണ്ണത്തിൻ്റെ താഴേക്കൂടെ എടുത്ത് രണ്ടാമത്തേൻ്റെ താഴേക്കൂടെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റോസ് പോലെ ആ ഒരു ഷേപ്പിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നൂല് വളരെയധികം ടൈറ്റായിട്ട് വലിക്കാതെ അത്യാവശ്യം ലൂസായിട്ട് ആ ഒരു എടുത്ത് തുന്നിപ്പോണം. ഇതിങ്ങനെ റൗണ്ടായിട്ട് തുന്നി എടുക്കണം. അത് ഒരെണ്ണത്തിൻ്റെ ഒരു ലൈനിൻ്റെ താഴേക്കൂടെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ മുകളിൽ കൂടെ വരുന്ന രീതിയിൽ അങ്ങനെ പതുക്കെ ഞാൻ വല്ലാണ്ട് വലിക്കുന്നില്ല. അതായത് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വരില്ല. അത് പിന്നെ കുറച്ച് കട്ട പിടിച്ച് അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് അങ്ങനെ വിട്ട് എടുക്കുമ്പോഴാണ് അത് ആ ഒരു റോസ് ഷേപ്പിൽ വരിക. അങ്ങനെ വീൽ റോസ് എന്നാണ് പറയുക. ഈസിയാണ്, എനിക്കിഷ്ടമാണ് വീൽ റോസ്. ഒക്കെ ബിഗിനേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം അങ്ങനെ എന്താ പറയുക, കെട്ടുപിടിക്കുന്ന ഒന്നും ഇല്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ വീൽ റോസ് കംപ്ലീറ്റായി. പിന്നെ ലാസ്റ്റത്തെ അങ്ങനെ അടിയിലേക്ക് എടുത്ത് പിന്നെ താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിട്ടിട്ട് അപ്പോൾ കണ്ട വീൽ റോസ്
നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈസിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളറ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഞാൻ ഇവിടെ ഇപ്പുറത്തായിട്ട് വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ലൈൻ കൊടുത്തിട്ട്. അതിങ്ങനെ ഒരു എന്താ പറയുക, ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പർപ്പിൾ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീഡിൽ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കും. ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് നൂലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1 2 ചുറ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അങ്ങനെ കുറച്ച് ടൈറ്റ് ചെയ്തിട്ട്, എന്നാൽ വല്ലാണ്ട് ടൈറ്റ് ചെയ്യാനും പാടില്ല, ആ രീതിയിലെടുത്തിട്ട് അങ്ങനെ വലിച്ചെടുക്കുക. രണ്ട് ചുറ്റിക്കലാണ് ഞാൻ ചുറ്റിക്കുന്നത്. അപ്പം നിങ്ങൾ കട്ടി കുറവിലാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2നും കൂടുതൽ എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ചുറ്റുന്നുള്ളൂ. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന രീതിയിൽ തുന്നിയെടുക്കുക.
അപ്പോൾ നമ്മൾ ആ പർപ്പിൾ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ ഒരു പോർഷൻ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കണം, പർപ്പിൾ. അങ്ങനെ പർപ്പിളും റെഡും ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഗ്രീൻ കളറ് ഈ തണ്ടുമ്മൽ ചെറുതായിട്ട് അങ്ങനെ ഒരു യെല്ലോ കളർ ഫ്ലവർ നിൽക്കുന്ന പോലെ ഈസി ആയിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട് തുന്നി കൊടുക്കും. യെല്ലോ കളറാണ് അതിനെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഈ ഗ്രീൻ കളറ് ചെറിയ തണ്ടുമ്മൽ ഒരു 4 വീതം വരുന്ന രീതിയിൽ 4 യെല്ലോ കളറ് ഫ്രഞ്ച് നോട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈഡിലും നിറച്ച് അങ്ങനെ തുന്നി കൊടുക്കും. അപ്പോൾ അതങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങനെ തുന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതിൻ്റെ താഴെയുള്ള ആ ഒരു ഗ്രീൻ പോർഷൻ്റെ ആ ഭാഗത്തും ആയിട്ടും കുറച്ച് യെല്ലോ നോട്ട്സ് ഇട്ട് കൊടുക്കും. പിന്നെ ഇവിടെ ഞാൻ 2 ഹാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു റെഡ് ഹാർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതുപോലെ ഈ താഴെ ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ റെഡും പർപ്പിളും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർപ്പിൾ കളറാണ് ഒരെണ്ണം ഒരു ഹാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർട്ട് തുന്നുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇതുപോലെ 2 ചിറ്റായിട്ട് തന്നെയാണ് നൂലെടുത്തിരിക്കുന്നത്. 2 ത്രെഡ് വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരച്ചതിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്
വരച്ചതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഔട്ട്ലൈൻ എന്ന് പറയില്ലല്ലോ അല്ലേ. അപ്പോൾ ഉള്ളിൽ ഇപ്പോൾ ഇൻസൈഡിലായിട്ട് അങ്ങനെ ലൈൻ പോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക കട്ടി ഉണ്ടാവാനായിട്ട്, നമ്മളിപ്പോൾ തുന്നിയെടുക്കുന്നതിന് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ, പുറത്തേക്ക് നിൽക്കുന്ന പോലെ കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാം, പ്ലെയിനായിട്ട് ജസ്റ്റ് ഇത് തുന്നി കൊടുത്താലും മതി. പക്ഷേ ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പ് തുന്നിയെടുക്കും. അത് ഞാൻ കാണിക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇതിപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വരച്ചതിൻ്റെ ഉള്ളിലാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ വരച്ച പോർഷനിൽ കൂടെ നമ്മൾ സൂചി എടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തുന്നി കൊടുക്കും. അതായത് ഇതുപോലെ തുന്നി പിന്നെ അതിൻ്റെ നെക്സ്റ്റ് അടുത്തുകൂടെ തന്നെ തിരിച്ചെടുത്ത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ത്രെഡ് കൊണ്ടുവന്ന് അങ്ങനെ കവർ ചെയ്ത് തുന്നി കൊടുക്കും. അപ്പം നമ്മൾ ഈ പർപ്പിൾ ഹാർട്ട് ചെയ്തെടുത്തു. ഇത് 2 ഹാർട്ട് അങ്ങനെ നല്ല രസമായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ എഴുതിയ ഭാഗത്ത് ഇതേ സെയിം ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്ലവറിൻ്റെ കളറിൽ, റെഡ് കളറിൽ അങ്ങനെ ബാക്ക് സ്റ്റിച്ച് അത്യാവശ്യം കട്ടിയിൽ നൂലെടുത്തിട്ട് ഇതുപോലെ 2 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മൾ തണ്ടുകൾ ഈ ഗ്രീൻ കളർ ചെയ്ത പോലെയല്ല, കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുതിയതായതുകൊണ്ട് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കാണണം. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിൽ നൂലെടുക്കുന്നത്. എന്നിട്ട് സെയിം സ്റ്റിച്ച് തന്നെ, ബാക്ക് സ്റ്റിച്ച് തന്നെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എഴുതിയ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഇതിപ്പോൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. വളരെ ഈസിയാണ് കേട്ടോ, നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ കളറിൻ്റെ തണ്ട് വരച്ചതിലും ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ
യെല്ലോ കളറ് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ താഴത്തെ പോർഷൻ ഉണ്ട്, അതായത് നമ്മൾ ഈ ചെടികൾ ഈ പൂക്കളൊക്കെ വരച്ചതിൻ്റെ താഴെയുള്ള പോർഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇങ്ങനെ പൂക്കൾ വീണ് കിടക്കുന്ന ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നോട്ട്സ് നമ്മളിപ്പോൾ ഉള്ള കളേഴ്സൊക്കെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് നോട്ട്സ് തുന്നിയിട്ടുണ്ട്. കുറച്ച് റെഡ്, പർപ്പിൾ, അതുപോലെ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ താഴെ കുറച്ച് തുന്നി കൊടുക്കുക. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസൈൻ ഏകദേശം നമ്മുടെ ഈ വർക്ക് അങ്ങനെ കഴിഞ്ഞു. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്, ഈസി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കുമ്പോൾ നൂല് നീളം കുറവിലെടുക്കുക. കുറച്ച് നമ്മൾ നൂല് പെട്ടെന്ന് തീരും, വീണ്ടും കോർക്കേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാലും, പക്ഷെ നമ്മൾ ഈ ചട പിടിക്കുക, കെട്ട് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണിത്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയി മേടിക്കൊന്നും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.